യെസ് ഫിഷ് ഓൺ. നല്ല ഊരുള്ള മീൻ ഇവിടുന്ന് അടിക്കുന്നത്. യെസ് ഫിഷ് ഓൺ. ഫാറ്റ് ബോയ് വായിക്കുന്നത് നല്ല തീർ ഹുക്ക് വായിക്കുന്നേ. ഓ എൻ്റെ മോനെ ചിക്കൻ നിൽക്കുന്നുണ്ടോ? യെസ് ഫിഷ് ഓൺ. യെസ് ക്യാൻറ്റീനിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. യെസ് ഫിഷ് ഓൺ. യെസ് 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 നമ്മുടെ ക്യാൻറ്റീനിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. എടാ വാഹ, നീലവാഹ. എടാ നല്ല നീലവാഹടാ. 2000 രൂപയുള്ള മുതലുള്ളത്. എന്നെ ഭംഗിയല്ലേ. ഫുള്ള് തൂക്കണാങ്കുരുയുടെ കൂടാണ് ഇവിടെ. കാര്യം പറഞ്ഞാൽ ഇത് തൂക്കണാങ്കുരു കൂടുണ്ടാക്കുന്ന ഇത് ഒരു ചെടിയാണ്. ചെടിയിൽ ഒരു പുല്ലാണ് കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ ഒരു കാട്ടിനകത്ത് നിൽക്കുവാണ്. നമ്മളാണെങ്കിൽ വൈകുന്നേരം കാശി വന്നായിരുന്നു. അപ്പം ഇവിടെ ഒരു ഇൻട്രോ അങ്ങ് എടുത്താൽ വിചാരിച്ചു. കാര്യം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി പീസ്ഫുൾ ആണ്. കാര്യം സൂര്യനൊക്കെ അസ്തമിക്കുകയാണ്. അതുപോലെ ഈ പുല്ലിടയ്ക്കൊക്കെ നിൽക്കാൻ ഭയങ്കര സൗകര്യം. നല്ല കാറ്റടിക്കുന്നുണ്ട്. കാറ്റിന് ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കുമായിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ഈ കാട്ടിൻ്റെ ഇടയ്ക്ക് വെച്ച് 2 ഫ്രോഗുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. നമ്മുടെ റിയൽ വാരിയറിന്റെ ഫാറ്റ് ബോയ് എന്ന് പറയുന്ന ഒരു ഫ്രോഗ് ഉണ്ട്. അതുപോലെ ക്യാൻഡി എന്ന് പറഞ്ഞ ഫ്രോഗ് ഉണ്ട്. നമ്മളാണെങ്കിൽ ഫാറ്റ് ബോയ് 2 കളർ എടുത്തുണ്ട്. അതുപോലെ നമ്മുടെ ക്യാൻഡിയുടെ 1 കളർ എടുത്തിട്ടുണ്ടോ. ക്യാൻഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടായുടെ ഒക്കെ ഒരു പേരാണ്. നമ്മുടെ ക്യാൻഡി മുട്ടായി പല കളറുകളൊക്കെ ഉള്ള സാധനം കേട്ടോ. അത് തന്നെയാണ് നമ്മുടെ ഫ്രോഗിന്റെയും കളർ വന്നേക്കുന്നത്. പിന്നെ ഫാറ്റ് ബോയ് തന്നെ വെച്ചാൽ വലുപ്പമുള്ള ഫ്രോ ആണ്. നമ്മുടെ ഫാറ്റ് ബോയ് വന്നേക്കുന്നത് പറഞ്ഞാൽ 5.5 സെന്റിമീറ്റർ 11 ഗ്രാംസിലും അതുപോലെ നമ്മുടെ ക്യാൻഡി വന്നേക്കുന്നത് 5 സെന്റിമീറ്റർ 12 ഗ്രാംസിലും കേട്ടോ. നമ്മുടെ ഫ്രോഗ് നല്ല വെൽ പാക്കഡാണ്. നിങ്ങൾ നോക്കിയാൽ നല്ല ഭംഗിക്കാണ്. റിയൽ വാറിന്റെ ഫ്രോഗുകളൊക്കെ നല്ല സെറ്റപ്പ് കേട്ടോ. നല്ല കവറിങ്ങും കാര്യങ്ങളൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ ക്യാൻഡി ഫ്രോഗ് കേട്ടോ. നല്ല അടിപൊളി കളറുള്ള ഫ്രോ ആണ് നമ്മുടെ ക്യാൻഡിക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട്. നമ്മൾ എടുത്തേക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ, അതുപോലെ ഗ്രീൻ, അതുപോലെ റെഡ്, നമ്മുടെ ചുണ്ടൊക്കെ വന്നേക്കുന്ന ഒരു സൈസ് ഒരു വൈറ്റ് കളർ വന്നേക്കുന്നത്. കറക്റ്റ് ഒരു ഒരു പ്രഡേറ്റർ ലുക്കാണ് നമ്മുടെ ക്യാൻഡിക്ക് കേട്ടോ. നല്ല ഭംഗിയുണ്ട് നാളെ കാണാനായിട്ട്. ഇതിന്റെ ഹുക്കപ്പ് കേട്ടോ, മാര ഹുക്കപ്പ്. നിങ്ങൾ നോക്കി, മീൻ ഒന്ന് തൊട്ടാൽ തന്നെ സെറ്റ് ആവും. കാർബൺ സ്റ്റീൽ ഹുക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇൻബിൾഡ് ആയിട്ട് വെയിറ്റ് വന്നിട്ടുണ്ട്. ബാക്കിൽ സിവിൽ സ്പ്ലിറ്ററിങ് അതുപോലെ സ്പിന്നർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു എക്സ്ട്രാ ചുമ്മാ സ്പിന്നർ ഇട്ടുണ്ട് ആക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടി. അതുപോലെ ഈ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ വാഹവരാൽ കണ്ടാൽ വിടത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കളറൊക്കെ ഉള്ള ഫ്രോഗുകൾക്കിട്ടോ ലൂറുകൾക്കിട്ടൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആണ് വാഹ. അപ്പം നമുക്കാണെങ്കിൽ ഇത് വെച്ച് വാഹയും ചെറുമീനും വരാലൊക്കെ ഒന്ന് പിടിക്കാം. പിന്നെ നമ്മുടെ ഫാറ്റ് ബോയ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു ഫാറ്റ് ബോയ് തന്നെ കേട്ടോ. നല്ല വലുപ്പം, നല്ല വീതിയുള്ളൊരു ഫ്രോഗാണ്. നിങ്ങൾ നോക്കി, ഈ നമ്മുടെ ക്യാൻഡി വെച്ച് നോക്കുമ്പോൾ ക്യാൻഡി നല്ല ലെങ്ത് ആണ്, പക്ഷെ ഫാറ്റ് ബോയ് നല്ല വീതിയാണ്. അതുപോലെ തന്നെ ഫാറ്റ് ബോയ്ക്ക് വെയിറ്റ് വന്നിരിക്കുന്നത് ബാക്കിലാണ്. നല്ല ലോങ് കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടും. നമ്മുടെ ക്യാൻഡി ഇരുന്നതിനേക്കാളും കൂടുതൽ 12 ഗ്രാമാണ് ക്യാൻഡിക്കുന്നെങ്കിൽ ഇതിന് 11 ഗ്രാമേ ഉള്ളെങ്കിലും നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടും നമ്മുടെ ഫാറ്റ് ബോയ് കേട്ടോ. വേറെ ഒന്നുമല്ല, ബാക്കിൽ ഇങ്ങനെ വെയിറ്റ് വന്നിട്ടുണ്ടോ. ഒരുപാട് പേര് പറഞ്ഞ് ഈ സാധനത്തിന്റെ ബാക്കിലത്തെ ഈ സ്പിന്നർ പറഞ്ഞു പോകുന്നുണ്ടെന്ന്. ഞാനാണെങ്കിൽ ഇത് രണ്ടിലും മീൻ പിടിച്ചിട്ടുണ്ട് ഇൻട്രോ എടുക്കുന്നത്. കാര്യം പറഞ്ഞാൽ ഇതിന്റെ കളറൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. നല്ല രീതിക്ക് മീനിന്റെ പല്ലുണ്ട് കേട്ടോ. നല്ല രീതിക്ക് മീനിന്റെ പല്ലെന്ന് നോക്കി. അതുകൊണ്ട് ഇവരെല്ലാം മീനിന്റെ പല്ലാണ് ബാക്കിലെല്ലാം കാണുന്നത് കേട്ടോ. ഒരു സിവിലും പറഞ്ഞു പോയിട്ടില്ല, സ്പ്ലിറ്ററിങ്ങും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. നമ്മുടെ ഫ്രോഗുകളെല്ലാം റിയൽ വാർ ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഫീൽഡ് ടെസ്റ്റിംഗ് എല്ലാം നടത്തി റബ്ബർ ക്വാളിറ്റിയും ഹുക്കിന്റെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് സാധനം ഇറക്കുന്നത്. മറ്റ് ഫ്രോഗുകളൊന്നും വരുന്ന പോലല്ല. കാര്യം ഞാനാണ് എൻ്റെ ലൈഫിൽ ഉപയോഗിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രോഗാണ് നമ്മുടെ റിയൽ വാർ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ റിയൽ വാറിന്റെ ഫാറ്റ് ബോയുടെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഉണ്ട്. നമ്മൾ 2 കളർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിൽ സ്പിന്നർ ഉണ്ട്. ഒരു പ്രത്യേക സ്പിന്നറാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മാലയ്ക്കൊക്കെ വരുന്ന സൈസ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അടിപൊളിയാണ്. പിന്നെ ഫ്രണ്ടിലെ കമ്പിയാണ് വന്നിരിക്കുന്നത്. ഇതിനും ഫ്രണ്ടിലെ കമ്പി വന്നിരിക്കുന്നത്. ചെറുമീൻ അടിച്ചാൽ ഒന്നും പൊട്ടിപ്പോകത്തില്ല, നല്ല അസിസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫാറ്റ് ബോയുടെ ഒരു പ്രത്യേക ഡിസൈനാണ് കേട്ടോ. നമ്മുടെ ഒരു തവള കാലും മടക്കിയിരിക്കുന്ന ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളാണെങ്കിൽ ഇത് വെച്ചാണ് മീൻ പിടിക്കാണ്ട് ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒറ്റ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കാര്യം നമ്മൾ പല ദിവസങ്ങളായിട്ട് ചെയ്ത വീഡിയോ ആണ്. കാര്യം മീനടി ഒന്നുമില്ല പൊതുവെ. നമ്മുടെ ഫാറ്റ് ബോയ് അതുപോലെ നമ്മുടെ ക്യാൻഡി ഒക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആംഗ്ലേഴ്സ് പാടെ സംക്രാന്തിയിലുണ്ട്. അതുപോലെ നമ്മുടെ ഇസാ ഫിഷിംഗ് ടാക്കൽസിലുണ്ട്, നമ്മുടെ ഡ്രീം ഫിഷിംഗ് ഹബ് കാർഡിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം കേട്ടോ. എന്തൊക്കെയാണ് നമുക്ക് ഇതൊക്കെ വെച്ച് മീൻ പിടിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിനകത്തോടെ നടന്ന് അങ്ങോട്ട് പോയാണ്ടല്ലോ, വൻ പീസ്ഫുള്ളാണ്. ഇതുപോലുള്ള തൂക്കണാങ്കുരുവിയുടെ കൂടുതലുണ്ടോ ഫുള്ള് കേട്ടോ. നിങ്ങളെ കൂട് കണ്ടത് പണിത് വരുന്നതേ ഉള്ളൂ, നമ്മൾ നശിപ്പിക്കുന്നില്ല. മുട്ടയിടാന്നൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമുക്കൊന്നും ചെയ്യുന്നില്ല, അതുപോലെ തിരിച്ചു വെച്ചേക്കാം. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് നൈസായിട്ട് കാശിലേക്ക് പോയേക്കാം. ഫുള്ള് അക്വേഷൻ വരട്ടോ. എൻ്റെ കാക്കയുടെ കൂടെ ഉണ്ടോ? അതേ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സൺസെറ്റ് ആട്ടോ ഇന്നത്തെ. ഫുള്ള് കിളികളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. തത്തമ്മയാണ് പറന്ന് പോകുന്നത്. അവിടെ ഇപ്പം മീൻ ഓടിയിട്ടുണ്ടേ കണ്ടോ. കാണാൻ പറ്റുന്നില്ല. യെസ് ഫിഷ് ഓൺ. യെസ് നമ്മുടെ ഫാറ്റ് ബോയിൽ ഫസ്റ്റ് മീൻ വരാല് അടിച്ചു വന്നെ അടിച്ചു കേട്ടോ. യെസ്, അടിപൊളി നാടൻ വരാല്. അതെ.
അപ്പോൾ ഞാനാണെങ്കിൽ മീനെ ഷോ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാറ്റ് ബോയിൽ വരാലും അടിക്കും. നമുക്ക് ഫസ്റ്റ് ഒരു സ്ട്രൈക്ക് തന്നായിരുന്നു, എന്നിട്ട് രണ്ടാമത് ഒരു അടിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ ഫാറ്റ് ബോയിൽ ഫസ്റ്റ് മീൻ കേട്ടോ. ഫാറ്റ് ബോയ് വായിക്കുന്നത് നല്ല തീർ ഹുക്കപ്പ് അയക്കുന്നത് ഒരു 3/4 കിലോ സൈസുന്ന വരാലാണ് ഇത് കേട്ടോ. തീർ ഹുക്കപ്പ് അയക്കുന്നത് അകത്തോട്ട് അടിച്ചിറക്കിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഹുക്കപ്പ് കൊടുത്തത് ശ്രദ്ധിച്ചായിരുന്നു നീ? ഞാൻ കണ്ട് അടിച്ചോണ്ട് പോകുമായിരുന്നു. തന്നെ കുടച്ചാക്കിയിട്ടുണ്ട്, എൻ്റെ കൈയെല്ലാം മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മുടെ ഫാറ്റ് ബോയ് ഗ്രീൻ കളർ അടിച്ചു തന്നെ ഹുക്ക് കേട്ടോ. ഹുക്കപ്പ് പോലും കൊടുക്കണ്ട, തന്നെ ഹുക്കാവും. അപ്പോൾ അതെ നമുക്ക് കിട്ടിയ നാടൻ വരാൽ. ഇത് കറക്റ്റ് നാടൻ വരാൽ കേട്ടോ, വിയറ്റ്നാമി ഒന്നുമല്ല. നല്ല കളറുണ്ട്, നല്ല കറുത്ത വരാൽ കേട്ടോ. ഇതാണ് നാടൻ വരാൽ. ഓക്കെ, നല്ല കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ട്. അടുത്ത് ഇവിടെ എരണ്ട പറക്കുന്നുണ്ട്, അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കായാലും ഒത്തിരി താമസിക്കാൻ നമുക്ക് അടുത്ത കാശ്മീരിലേക്ക് വന്നു. നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ഉള്ളൊരു സ്പോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അടിക്കടാ മീൻ അവിടെ നിന്ന് ഒപ്പം വന്നിട്ട് കമ്പിൻ്റെ ഇടയ്ക്ക് മീനിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കത്തില്ല. ഓ എൻ്റെ മോനെ സ്റ്റിക്ക് നിൽക്കുന്നുണ്ടോ? സ്റ്റിക്ക് എങ്ങോട്ട് പോയി? അതാണ് വെളിപ്പായി പോയത്. അപ്പോൾ നമ്മുടെ ഫാറ്റ് ബോയിൽ ഞാൻ എവിടെ ചെന്നാലും നാടൻ വരാലേ ഉള്ളതെന്ന് തോന്നുന്നു. നാടൻ അല്ലെന്ന് തോന്നുന്നു. ചെറുമീനാവണേ. ചെറുമീനല്ല ഗൈസ്, 1 കിലോ ഉള്ള വരാൽ. രണ്ടാമത്തെ ദിവസം വന്നിട്ട് വരാൽ. ഹുക്കപ്പ് കൊടുത്തപ്പോൾ സ്റ്റിക്ക് പോയണ്ടായിരുന്നോ? എനിക്ക് ഹുക്കപ്പ് കൊടുക്കാൻ പറ്റും, സത്യം പറഞ്ഞതാണ് സംഭവിച്ചു പോയത്. കാര്യം ഒരു അൺഎക്സ്പെക്റ്റഡ് അടിയായിപ്പോയി, സ്റ്റിക്ക് വലുതോട്ടും പോയി കേട്ടോ. അതാണ് സംഭവിച്ചത്. ഇത് നാടൻ വരാലേ അല്ല കേട്ടോ, ഇത് വിയറ്റ്നാമി വരാലാണ്. നിങ്ങളിതിൻ്റെ സൈസ് കണ്ടോ? ഇത് നാടൻ വരാലല്ല, 100% നാടൻ വരാലല്ല. പക്ഷെ നമുക്ക് ഇന്നലെ കിട്ടിയത് നാടൻ വരാലായിരുന്നു. ഇത് കണ്ടോ, ഇത് വിയറ്റ്നാമി വരാല. സൈസ് കണ്ടോ? നല്ല ഒരു 1 കിലോ ഒക്കെ വരുന്ന വരാലാണ് കണ്ടോ. ഒരു 3/4 കിലോ 1 കിലോ ഉറപ്പായിട്ടും കാണുന്ന വരാലാണ്. അടിവശം കണ്ടിരിക്കുന്നത് വൈറ്റ് കളർ, ഡോട്ടൊക്കെ ഭയങ്കര കുറവാണ്, വൈറ്റാണ് കൂടുതൽ. ഇതേ നമ്മുടെ ഫാറ്റ് ബോയ് ഹുക്കപ്പ് അയക്കുന്നുണ്ടോ? തീരെ ഹുക്കപ്പ് അയക്കുന്നേ. നമുക്കൊന്ന് കൈ കൊണ്ട് വള്ളി നോക്കാം, ഊരാവുന്നു. കൈ കൊണ്ട് വള്ളി ഊരി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാറ്റ് ബോയുടെ ബ്രൗൺ കളറിലാണ് കേട്ടോ നമുക്കിപ്പോൾ മീൻ കിട്ടിയത്. നമുക്ക് ഗ്രീനെ ഫസ്റ്റ് മീൻ കിട്ടി, ബ്രൗണെ അടുത്ത മീൻ അടിച്ചു. ഓക്കെ, സത്യം പറയാമല്ലോ, ചെറുമീനാണെന്ന് വിചാരിച്ചു ആ ഒരു അടി അടിച്ച് കണ്ടപ്പോൾ. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ രണ്ടാമത്തെ മീൻ നാടൻ വരാൽ കേട്ടോ. തലയിക്കുന്നുണ്ടോ? പക്ഷെ നല്ല കറുപ്പുണ്ട് കേട്ടോ. കണ്ടോ, നാടൻ വരാലിൻ്റെ പോലത്തെ കറുപ്പുണ്ട്, പക്ഷേ നാടനല്ല. എനിവേ നമുക്കിതിനെ കവർ കയറിയിട്ട് അടുത്ത കാസ്റ്റ് ചെയ്യാം. കാര്യം ആ പുല്ല് മുമ്പ് നമുക്ക് മീൻ അടിച്ചേ. നമുക്ക് കണ്ട അവിടെയൊക്കെ മീൻ പ്രതീക്ഷ ഉണ്ടോ? ആ കമ്പി കിടക്കുന്നുണ്ട്, അവിടെയൊക്കെ മീൻ അടിക്കുന്ന പ്രതീക്ഷയുണ്ട്. എന്തായാലും നമുക്കൊന്ന് റൗണ്ട് അടിച്ച് നോക്കാം. ഈ കാണുന്ന നെല്ലിൻ്റെ കളറുണ്ടോ നിങ്ങൾ? ഭയങ്കര ഗോൾഡ് അല്ലേ? അത് വേറെ ഒന്നുമല്ല, സൂര്യൻ അസ്തമിക്കുന്നതുകൊണ്ട് ആകാശം ഫുള്ള് ഗോൾഡ് കളർ കിടക്കും കേട്ടോ. ഗോൾഡ് ഒരു ഓറഞ്ച് കളർ കിടക്കുവാണ്. അതിൻ്റെ നേരെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ കളർ വന്നിരിക്കുന്നത്. ആ റിഫ്ലക്ഷൻ എൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വലിയൊരു മീനൊന്നും കിട്ടില്ല, ആകെ ഒരു വരാൽ കിട്ടുള്ളൂ. എൻ്റെ ബാഗിലിടപ്പുണ്ട്, എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല, കാര്യം വെള്ളമാണ് ഇവിടെയൊക്കെ. പിന്നെ അത്യാവശ്യം നല്ല ഇരുട്ടുമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പോയേക്കാണ്. അപ്പോൾ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ സെയിം ഫ്രോക്ക് വെച്ച് നമുക്കൊന്ന് ഇറങ്ങാം. നമുക്ക് കുറച്ച് മീൻ പിടിക്കാൻ പറ്റും നോക്കണം കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ തിരിച്ച് പോയേക്കാം കേട്ടോ. എവിടെയാട്ടെ? ക്ലാസ്സില്ലടാ? ആണോ? അപ്പോൾ കോട്ടെ എവിടെയല്ലടാ? ആയിക്കോട്ടെ, പോണേ. ഓ മൈ ഗോഷ്, ഒരു ഫോളോ അപ്പ് കിട്ടി. ചിലപ്പോൾ അടുത്തൊരട്ടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. യെസ്, ഫിഷ് ഓൺ. പറഞ്ഞ പോലെ തന്നെ അടിച്ചോണ്ടോ, ഫാറ്റ് ബോയിലോട്ടോ. ഫോളോ അപ്പ് കിട്ടിയെന്ന് പറഞ്ഞ് അടിച്ചോണ്ടോ, അതാണ് പവർ.
യെസ്, നമ്മുടെ ഫാറ്റ് ബോയിൽ ചെറുമീൻ, ഫസ്റ്റ് ചെറുമീൻ കേട്ടോ ഫാറ്റ് ബോയ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിടാം. റോഡേ കൊണ്ട് തൂക്കിയിട്ട് നടക്കുക. 1.5 കിലോ ഉള്ള ചെറുമീനാണ്. യെസ്, സെറ്റ്. അൽജിമെന്നോട്ട് ഞാൻ മീനെ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ പൊന്നടേ, ഇവിടെ ഒരു പണി കിട്ടടാ. ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ സ്നാപ്പ് നിവർന്നിട്ടില്ല. നമ്മുടെ ഫ്രോഗ് കണ്ടോ വായിക്കാത്ത മിസൂജിയുടെ സ്നാപ്പ്. അത് ചില സമയത്ത് ഇങ്ങനെ വരും കേട്ടോ. ചില സമയം നമ്മൾ ചിലപ്പോൾ ഉണ്ടല്ലോ അടയ്ക്കാൻ മറന്നു പോകുന്നതായിരിക്കും കേട്ടോ സംഭവിക്കുന്നതാ. അപ്പം നമുക്ക് അടുത്ത ഫ്രോഗ് ഒന്ന് മാറ്റിയായിരുന്നു, അതാ സംഭവിച്ചത്. അപ്പോൾ അതെ, നമ്മുടെ ഫ്രോഗ് നമുക്ക് അൺഹുക്ക് ചെയ്യാം. ഇത് കണ്ടോ നമ്മുടെ ഫ്രോഗ്, നമ്മുടെ ഫാറ്റ് ബോയ്. ഓക്കെ, നമുക്ക് ഫ്രോഗ് പഴയ പൊസിഷനിലേക്ക് ആക്കാം. ഇവിടെ ഞാൻ മീനെ കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഫാറ്റ് ബോയിൽ ഇത് കണ്ടോ നല്ല അടിപൊളി ഹുക്കപ്പ് കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്രയും ഹുക്കപ്പ് ഒന്നും പവർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. നല്ല രീതിയിൽ ഹുക്കാവും അല്ലേ തന്നെ. ഇത് കണ്ടോ നമുക്ക് കിട്ടിയ മീനെ കണ്ടോ, ഒരു 1.5 കിലോ ഒക്കെ വരുന്ന ചെറുമീൻ കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഈ മീൻ. വണ്ണം കുറവാണ്, നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. നല്ല ഫൈറ്റും കിട്ടി എനിക്ക്. കാര്യം നല്ല ഊരുള്ള മീൻ ഇവിടുന്ന് അടിക്കുന്നത് കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി കളറുണ്ട് കേട്ടോ. കാര്യം ഇപ്പോൾ ഇച്ചിരി ഇരുട്ടാകുന്നതുകൊണ്ട്, അതുപോലെ തന്നെ വെയിൽ ഭയങ്കര മങ്ങലായതുകൊണ്ട് കളർ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് അടുത്ത കാസ്റ്റിംഗിലേക്ക് നമ്മുടെ സെയിം ഫാറ്റ് ബോയ് വെച്ചിട്ടോ. അതെ, നമ്മുടെ ഫാറ്റ് ബോയ് കേട്ടോ, ഗ്രീൻ കളർ നമ്മൾ മീൻ പിടിച്ചേ സെറ്റ്. അപ്പോൾ അതെ, നമ്മൾ അടുത്ത കാസ്റ്റ് വേണ്ടി പോയിട്ടോ. നമുക്കിത് ഇവിടെ നിന്നാണ് ഇന്നത്തെ ഫസ്റ്റ് ചെറുമീൻ അടിച്ചേ. ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ടോ? ഗ്യാപ്പിൽ കറക്റ്റ് വീണില്ല, എങ്കിലും അങ്ങനെ വലിക്കാം കേട്ടോ. ഒരു തെങ്ങിൻ്റെ ചെറിയൊരു തോപ്പാട്ടോ. എടുത്ത് ഇങ്ങനെ മണലിട്ടേക്ക് വേണം തെങ്ങിന് വളമായിട്ട് ഉണ്ടോ. നല്ല നല്ല കടലിലെ മണ്ണ് പോലെ ഇട്ട് നീണ്ടു നിവർന്ന് കിടക്കുക. ഇരുന്നില്ല. നല്ല ഒന്നാന്തരം മഞ്ഞുള്ളൊരു ക്ലൈമറ്റ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ക്യാൻഡി ഫ്രോ ഒക്കെ ആയിട്ട് കാസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളിത് ഇവിടേക്ക് എറിയാണ്ടി പോകുന്നു കേട്ടോ. ഇതൊരു വരമ്പുണ്ട്. ഈ വരമ്പേ ഫുള്ള് കല്ലൊക്കെ ഇങ്ങനെ പാകിയേക്കാണ്. ഇവിടെ ഫുള്ള് പുല്ലാണ്. ഈ പുല്ലിൽ ഫുള്ള് മഞ്ഞിൻ്റെ അംശങ്ങളുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് താളിലും ക്ലൈമറ്റ് കാണാനായിട്ട്. നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ക്യാൻഡി വെച്ച് അപ്പോൾ നമുക്ക് നോക്കാം മീൻ അടിക്കുമെന്ന്. ഈ ഫ്രോ ചെയ്ത് വീടത്തൊരു മീൻ ഓടിയല്ലോ. ഫിഷോൺ നമ്മുടെ ക്യാൻഡിയിൽ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. സ്ട്രൈക്കും ഇല്ല, ഒന്നുമില്ല. കാര്യം ഒരുപാട് ലോങ്ങി നിന്നായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം ക്യാൻഡിൽ എങ്ങനെയാണ് ഹുക്കപ്പ് അയക്കുന്നത് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു വരാലോ കേട്ടോ. നാടൻ ലിബിലാണ് ഹുക്ക് അയക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഹെവി മീനല്ലല്ലോ, അതുകൊണ്ട് ലിബിലാണ് ഹുക്ക് അയക്കുന്നത് കേട്ടോ. ഹെവി ആയിരുന്നെങ്കിൽ അവൻ വിഴുങ്ങി വെച്ചേനെ. ഇത് സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഹുക്കപ്പ് തന്നെയാണ്. കാര്യം ഉണ്ടോ ഇങ്ങനെ ഹുക്കാകുന്ന പറഞ്ഞോ. നിങ്ങൾ നോക്കി കറക്റ്റ് ആ മൂക്കേക്കൂടെ പറഞ്ഞു തരുന്നുണ്ടോ. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഹുക്കാട്ടോ. അതായത് നിവരത്തില്ല ഈ ഹുക്കൊന്നും. അവൻ്റെ മോണയൊക്കെ പൊളിഞ്ഞു പോയി. ഓക്കെ, നമ്മുടെ ഫ്രോഗ് നമുക്ക് പഴയ പൊസിഷനിലേക്ക് ആക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദേഹരെ തിരിച്ചിട്ടാൽ മതി നമ്മുടെ ഫ്രോഗ്. ഓക്കെ, നല്ല സോഫ്റ്റ് ആട്ടോ. ഇത്രയും ചെറിയ വരാലടിച്ചിട്ട് പോലും നമ്മുടെ ഫ്രോഗിൽ കയറി. ഓക്കെ, വരാൽ തീർത്തല്ല, ഒരു 400 ഗ്രാം കാണുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ റിയൽ വാരിയറിൻ്റെ ക്യാൻഡി കളറൊക്കെ ഉണ്ട്. നല്ല നാടൻ വരാല കേട്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാസ്റ്റിങ്ങിലേക്ക് പോകാം. നമുക്ക് എപ്പോൾ വെള്ളം സ്ട്രൈക്ക് ഇടാൻ ചാൻസ് ഉണ്ട്. ഇത് ഈ മൂല കണ്ടോ. വെള്ളത്തിലോട്ട് ഇന്ന് വീണുകൊണ്ട് ഗൈസ്, ഒരു ലാബിനെ കണ്ടോ ഗൈസ്. ഒന്നും ചെയ്തില്ല. ഹായ്, കയറില്ലേ മേത്ത് കയറില്ലേ. സ്നേഹമുണ്ട് കേട്ടോ. പെമ്പട്ടിയാ. മതി മറിയോ. വെള്ളം തീർത്ത് കുറവാണ്, പക്ഷേ ഇതിൻ്റെ കിടക്കുണ്ടല്ലോ നിൽക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടിട്ട് സ്ട്രൈക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും കിട്ടും. കാര്യം ഇങ്ങനെയുള്ളിടത്താണ് മീൻ കൂടുതലും കയറി നിൽക്കുന്ന സൈഡിൽ. യെസ്, ഫിഷ് ഓൺ. യെസ്. നമ്മുടെ ക്യാൻഡിയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. പോയടാ. അല്ല, ഇങ്ങോട്ട് ഓടുവാണോടാ. ഇങ്ങോട്ട് ഓടുവാടാ മീൻ. യെസ്,
എടാ വാഹയാണോടാ? എടാ വാഹ, നീലവാഹ. എൻ്റെ മോനെ, എൻ്റെ മോനെ ക്യാൻഡി. എടാ നല്ല നീലവാഹടാ. എഴുതുണ്ടോ? എന്നാ ഇവിടെ ഇതിനെ കൊടുക്കാനോ? പോടാ, ഇതെന്നാ ഇതിനെ 2000 രൂപയുള്ള മുതലുണ്ടത്. നല്ലൊരു വാഹ കേട്ടോ. ഇല്ലാണ്ട് ഒരു 1.5 കിലോ കിലോ പിന്നെ അല്ലേ? 1.5 കിലോ 1.5 കിലോ അത്ര ആണെന്നുള്ളതായിരിക്കും. വാഹ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് വേണം കേട്ടോ. ചെറുമീനാണെങ്കിൽ ഇതിപ്പോൾ ഒരു 3/4 കിലോ അത്ര വരത്തുള്ളൂ. വാഹ ആയതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് വരും. അത്യാവശ്യം ലൈറ്റൊക്കെ കൊണ്ട് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മേത്ത് മണ്ണുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറുണ്ടോ? അത്യാവശ്യം ബ്ലൂ കളർ. വെള്ളത്തിൽ വന്നാൽ ഭയങ്കര ബ്ലൂ കളർ കേട്ടോ. കാര്യം ഇത് തീറ്റ എടുത്ത് കഴിയുമ്പോൾ ഭയങ്കര കളർ കയറും. നമ്മുടെ ക്യാൻഡി ഫ്രോ ഇരുന്നുണ്ടോ, തീരെ ഹുക്കപ്പ് ആയിട്ടുണ്ട്. നമുക്കത് അൺഹുക്ക് ചെയ്യാം. കടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈയുടെ പണി തീരും. യെസ്, ഇത് നമ്മുടെ ക്യാൻഡി. ഓക്കെ, ഞാൻ ചുമ്മാ ഒരു എക്സ്ട്രാ സ്പിന്നർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇച്ചിരി കൂടുതൽ ആക്ഷൻ കിട്ടാൻ വേണ്ടി ഇട്ടേക്കണം. എന്നാലും നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടണ്ട. ഓക്കെ, ഇത് നമ്മുടെ ക്യാൻഡി കേട്ടാ. നമ്മൾ ഈ കളറാണ് ഇപ്പോൾ മീൻ പിടിച്ചേക്കുന്നത് കേട്ടാ. ഒരു അടിപൊളി വാ. അപ്പോൾ നമുക്ക് ഇതിനെ നൈസായിട്ട് ബാഗിൽ കയറ്റാൻ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റും. നോക്കാം. അഖിൽ പറഞ്ഞ പോലെ ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ തന്നെ ആയിരിക്കും. ഓക്കെ, നല്ലൊരു അടിപൊളി വാ കേട്ടോ. ബ്ലൂ ഫിൻ വാഹ കേട്ടോ. കളർ കണ്ടോ? അൺഎക്സ്പെക്റ്റഡ് അടിയായിപ്പോയി. നമ്മൾ പ്രതീക്ഷിച്ചില്ല അവിടെ അങ്ങനെ മീൻ അടിക്കുന്നു കേട്ടോ. ഓക്കെ, ബായ് പറയുന്നു. കമ്പിനകത്ത് മീൻ കിടപ്പുണ്ടോ നമുക്കില്ലേ ഇവിടെ നിറഞ്ഞു നോക്കാം. കാര്യം എപ്പോഴും അടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പൊന്നോ, ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു ഗൈസ്. അയ്യോ, എൻ്റെ പൊന്നെ, മാരകം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതെ, നമ്മളാണെങ്കിൽ വീണ്ടും ചെറുമീൻ, വാഹ, വരാലൊക്കെ ടാർഗറ്റ് ഇറങ്ങിയ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാൻഡി ഫ്രോ നമ്മൾ എടുത്തേക്കുന്ന കാര്യം നമ്മൾ 2 ദിവസം ഇറങ്ങാൻ വേണ്ടി കാര്യം ഇപ്പം മീൻ അടിക്കുന്നില്ല. പൊതുവേ എല്ലാവർക്കും സ്നേഹിട്ട് പിടിക്കാൻ വേണ്ടി പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. മീൻ ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതെ, എൻ്റെ കൂടുതൽ ബാക്കിൽ അൽജിനുണ്ട്. അവനാണെങ്കിൽ ഒരു ചെറുമീനെ പിടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ നടക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പോട്ടിലേക്ക് നടന്നു പോകാം. കുറച്ച് നടന്ന് പോകാനുണ്ട്. ഇതുണ്ടോ, ഇതുവഴി ഇങ്ങനെ നടന്ന് അങ്ങ് പോകണം. ഓക്കെ, യെസ്, ഫിഷ് ഓൺ. അപ്പോൾ നമ്മുടെ ക്യാൻഡിയിലൊരു മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. വന്ന് അതെ, നമുക്കൊരു ഫസ്റ്റ് മീൻ എറിഞ്ഞ്. ഫസ്റ്റ് കയറല്ലടാ, ഒരു ചെറുമീൻ, ഒരു 1/2 കിലോ സൈസ് ചെറുമീൻ. നിനക്ക് വറക്കാനുള്ള മീനായില്ലേ? ഇതിനോട് ഞാൻ പറഞ്ഞില്ല മീൻ പിടിച്ചിരുന്നു വറക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിതിനെ റിലീസ് ചെയ്യുന്നില്ല. അൽജിന് വറക്കാൻ മീൻ വേണം, കുറേ മീൻ പിടിച്ച് തിന്നിട്ടെന്നൊക്കെ പറഞ്ഞ് അതിന് അൽജിന് പിടിച്ച് വറക്കാൻ പറ്റിയൊരു മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ ആണോടാ? പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്രയോളം എടുക്കാറില്ല അങ്ങനെ. ഇതുണ്ടോ, പക്ഷേ നമ്മളിതിനെ എടുക്കുവാണ്. ഒരെണ്ണം കിട്ടി നിനക്ക് വറക്കാനുള്ളതാവും. ഓക്കെ, ഇത് നമ്മുടെ ക്യാൻഡി ഫ്രോ വായിക്കുന്നുണ്ടോ, ഹുക്കപ്പ് വായിക്കുന്നുണ്ടോ? ഇതുണ്ടോ, തീർ ഹുക്ക തന്നെ. ഹുക്ക വന്നുണ്ടോ? നല്ല ഫ്രോ വന്നേ. വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ക്യാൻഡി നമുക്ക് സെറ്റാക്കിയേക്കാം. നമ്മൾ ക്യാൻഡി ഫസ്റ്റ് ചെറുമീനെ പിടിച്ചു കേട്ടോ. നമ്മുടെ ഫ്രോ ഉണ്ടോ? ഓക്കെ, ഇത് നമ്മുടെ ചെറുമീൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കി ഇനി അടിക്കുമോ നോക്കാം. അയ്യോ, ഇത് കുറച്ച് ദിവസമായി ചത്തെന്ന് തോന്നുന്നുണ്ടോ? ഒരു 2 ദിവസമായി കാണും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊക്കായിരുന്നു. എന്തെങ്കിലും വിഷം തിന്നിട്ടൊന്നും ചത്തായിരിക്കും. ചീഞ്ഞിട്ടുണ്ട് റെഡ് കേട്ടോ. എന്താ സംഭവത്തില്ല കാര്യം, ഈ നെല്ലിനകത്തൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര മാരകമായ വിഷമാണ് കേട്ടോ. ഈ നെല്ലൊക്കെ, അതായത് വേറെ കിളികളൊക്കെ തിന്നാതിരിക്കാനും അതുപോലെ വേറെ കളകളൊന്നും കിളുത്ത് കയറാതിരിക്കാനും ഒക്കെ അടിക്കുന്നതൊക്കെ വേറെ ഭയങ്കര കൂടിയ ഐറ്റംസാണ്. അപ്പം അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നായിരിക്കും, അതായത് ഇരുന്ന പ്രാണീനെയോ ഒക്കെ തിന്നാൽ ഇതുപോലെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആ സാധനമൊക്കെ തിന്നുന്നത് നെല്ലൊക്കെ. ഇതിൻ്റെ അടുത്തൊക്കെ ഞാൻ പല പ്രാവശ്യം കാസ്റ്റിങ്ങിന് പോയപ്പോഴത്തേനും ഇതുപോലെ നെല്ലിൻ്റെ അടുത്തൊക്കെ ഒരുപാട് കൊക്കെ, അതുപോലെ നമ്മുടെ ഈ കുരുവികളെ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കിളികളൊക്കെ ചത്തിറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവത്തിൽ അതിൻ്റെ ആയിരിക്കും, നിങ്ങൾക്ക് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇട്ടേക്ക് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ. കുറേ കമ്പൊക്കെ നിൽക്കുന്നുണ്ടോ, ഇതിനിടയ്ക്കൊക്കെ മീനുകളെ കയറി സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. പേടി വാ കിടന്ന് തുള്ളി കളിക്കുന്നുണ്ട്. അവിടെ വന്നു പോയോ? അങ്ങോട്ട് ഓടിപ്പോണോ?
യെസ് ഫിഷ് ഓൺ. യെസ്. അപ്പം നമ്മുടെ ക്യാൻറ്റീനിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ചെറുമീനാണ് തോന്നുന്നു കേട്ടോ. യെസ് ചെറുമീനാണ്. ഇന്നത്തെ രണ്ടാമത്തെ ചെറുമീൻ ഓൺ ക്യാൻഡി. യെസ് നല്ല മീനാടാ. ഫൗളൊക്കൊന്നുമില്ല, നല്ല കിണ്ണ ഹുക്കാവും. ഇങ്ങനെ തന്നെ നല്ല ഹുക്കപ്പ്. അതായത് ലിപ്പിലാണെങ്കിലും ഉണ്ടല്ലോ കറക്റ്റ് വായിക്കകത്ത് ഹുക്കാവും. ഓക്കെ ഞാൻ കൃത്യം മീനെ കാണിച്ചിട്ടാവേ. കൈക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. നല്ല ആരോഗ്യമുണ്ട്. എൻ്റെ പൊന്നെ ക്യാൻഡിയെ കിട്ടിയതാ. ക്യാൻഡിയുടെ കളർ കണ്ടോ? ക്യാൻഡിയെ ഫുള്ള് മണ്ണാക്കി. എന്താണ് നമുക്ക് മീനിൻ്റെ വായിലൊന്ന് ഗ്രിപ്പർ കുത്തിക്കയറ്റാം കേട്ടോ. കാര്യം അവന് ഭയങ്കര ആരോഗ്യമാണ് കേട്ടോ. ചെറിയ മീൻ ആണെങ്കിലും, ചെറിയ മീൻ എന്ന് പറഞ്ഞാൽ 1.5 കിലോ കാണത്തുള്ളൂ. നമ്മൾക്ക് എപ്പോഴും കിട്ടുന്ന പോലത്തെ മീനല്ല കേട്ടോ. കയ്യെ ഫുള്ള് മണ്ണാക്കി അവൻ അടിച്ച് കുഴഞ്ഞിട്ട്. ഇവിടെ എല്ലാം മണ്ണായി. ഇങ്ങനെ പിടിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഇപ്പുറത്തെ കയ്യെ ഫുള്ള് ഗ്രിപ്പറായി മുഴുവൻ മണ്ണാവും. ഓക്കെ ഇത് നമുക്കിപ്പോൾ കിട്ടിയ ചെറുമീൻ എന്ന് പറയാൻ പോലും പറ്റില്ല. അതുപോലെ കറുത്ത് പോയി. അതിൻ്റെ മേത്ത് മുഴുവൻ ആ മണ്ണടിച്ച് കയറ്റി കേട്ടോ. ഇത് നമ്മുടെ ക്യാൻഡി. ഓക്കെ കണ്ടോ ക്യാൻഡി നമുക്ക് പഴയ പൊസിഷനിലേക്ക് ആക്കാം. ഭയങ്കരമായിട്ട് ചെളി കയറി ഓടി വന്ന മീൻ അടിച്ചു കേട്ടോ. നല്ല ലോങ്ങിൽ നിന്നും അടിച്ചിട്ടുണ്ട്. നല്ല ഫൈറ്റും കിട്ടി. നേരെ തിരിച്ചും കിട്ടച്ചാൽ നമ്മുടെ ഫ്രോ സെറ്റാവും. ഒറ്റ മീൻ അടിച്ചിട്ട് മിസ്സായിട്ടില്ല കേട്ടോ. എല്ലാം കര കേട്ടിട്ടുണ്ട്. വലിയ സന്തോഷമായിട്ടുണ്ട്. നമുക്ക് ചെറിയ വരാല് വരെ കേട്ടിട്ടുണ്ട് ഈ ഫ്രോ കേട്ടോ. വരാല് കിട്ടി, ചെറുമീൻ കിട്ടി, വാഹ കിട്ടി. ഒക്കെ എല്ലാ മീനും കിട്ടി കേട്ടോ. ഓൺ ക്യാൻഡി. അപ്പം നമ്മളത് ഫ്രോ ഒക്കെ ഒന്ന് കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ നിന്ന് മീൻ അടിച്ചേ. എന്നിട്ട് ഇപ്പുറത്തൊരു ഗ്യാപ്പ് ഉണ്ടോ? ആ ഗ്യാപ്പിലും ചിലപ്പോൾ മീൻ കയറി നിൽക്കും. കണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫിഷ് ഓൺ. അപ്പോൾ അതേ നമ്മുടെ ഫാറ്റ് ബോയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ചെറുമീനാണ് തോന്നുന്നു കേട്ടോ. ചത്ര അത് ഹുക്കപ്പ് കൊടുത്തവിടെ അവൻ്റെ പണി തീർന്നു. ഇവിടെ അത്രയും അല്ലേ വലിയ ഫ്രോ മുഴുവണമെങ്കിലല്ലേ? ഫാറ്റ് ബോയ് വലിയ ഫ്രോ അല്ലേ? അതാ പറഞ്ഞത്. നമ്മുടെ ഫാറ്റ് ബോയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് വന്ന് അവിടെ എറിഞ്ഞതേ ഉള്ളൂ. അതായത് ഇവിടുന്നൊക്കെ അതായത് ഇവിടുത്തെയൊക്കെ മീനാ ഇപ്പോൾ അടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് അടിക്കുകയും ചെയ്തു കേട്ടോ. ഒരു 1/2 കിലോ സൈസ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കും കേട്ടോ. കാര്യം റീൽസ് ഒന്നും ചെയ്യുന്നില്ല. അതെ അതെ. നമുക്കിതിൻ്റെ വായി നമ്മുടെ ഫാറ്റ് ബോയിനെ അൺഹുക്ക് ചെയ്യാം. നല്ല അല്ലെങ്കിൽ ഇവനെ കിട്ടിയിട്ട് കാര്യമില്ല. ഇവൻ ചത്ത്. ഇതേ നമ്മുടെ ഫ്രോഗ് ഫാറ്റ് ബോയ് ഗ്രീൻ കളർ ഉണ്ടോ? തീരെ ഹുക്കപ്പാണോ? ഓയ് നമ്മുടെ ചെറുമീൻ കൂട്ടാൻ. ഓക്കെ അവൻ ജസ്റ്റ് ഇവിടെ കിടക്കട്ടെ. ഒന്ന് കയ്യെ മുഴുവൻ തെറിപ്പിച്ചായിരുന്നു ഒന്ന് വെള്ളം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീൻ ഇവിടുന്ന് അടിച്ചു, രണ്ടാമത്തെ മീൻ ഇവിടുന്ന് അടിച്ചാലോ? എല്ലാ ഗ്യാപ്പും ചിലപ്പോൾ ഓരോന്ന് കാണും. അപ്പോൾ ഗായ്സ് നമ്മുടെ 2 ഫ്രോ എങ്ങനെയുണ്ട്? ഒന്നിനൊന്നും വെച്ചതല്ല. നമുക്കവിടെ ഫാറ്റ് ബോയിലും ക്യാൻഡിലും നമുക്ക് അത്യാവശ്യം ന്യായമായിട്ട് വരാൻ കിട്ടി. വരാനും ചെറുമീനും വാഹയും കിട്ടി. അപ്പോൾ എല്ലാ മീനും പിടിക്കാൻ പറ്റിയ ഫ്രോ ആണ് നമ്മുടെ ഈ 2 ഫ്രോ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാറ്റ് ബോയ് നമുക്ക് അത്യാവശ്യം നമുക്ക് ലോങ് കാസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. നമുക്ക് ഇതേ നമുക്ക് വാഹ കിട്ടി കേട്ടോ. ഒന്നും പറയാനില്ല. നമുക്ക് 2 ഫ്രോയും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ റബ്ബർ ക്വാളിറ്റി ഒക്കെ പക്കയാണ്. മീൻ അടിച്ചിട്ട് കീറിയില്ല, ഒന്നുമില്ല. ഓക്കെ അപ്പോൾ നമ്മുടെ പരിപാടി നമ്മൾ ക്ലോസ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാർ ബെൽ ബട്ടൺ എവിടെയൊക്കെ എന്നെ വിളിക്കുക. നമ്മുടെ വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസൊക്കെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമൻറ്റ്. നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.